വഖഫ് ഭേദഗതി ബിൽ ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരില്ല. സിബി ജോസഫ് ചേർന്ന ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സിബി, നേരത്തെ തന്നെ പ്രതിപക്ഷ എംപിമാരെല്ലാം ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിച്ചതാണ്. എങ്കിൽ പോലും ഇത് താൽക്കാലിക നടപടി മാത്രമാണ്. വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു തീരുമാനത്തിന്റെ പിറകിലെ രാഷ്ട്രീയം. വഖഫ് ഭേദഗതി ബിൽ ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവന്ന് അത് പാസ്സാക്കുക എന്ന ലക്ഷ്യമായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം ഈ വഖഫ് ഭേദഗതി ബില്ലടക്കം 16ഓളം ബില്ലുകൾ ഈ ഒരു ശീതകാല സമ്മേളനത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇതിൽ JPC-യുടെ ഒരു യോഗത്തിലും തീരുമാനത്തിലെല്ലാം നിലയും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല JPC അധ്യക്ഷൻ ഈ പ്രതിപക്ഷ എംപിമാരെ കേൾക്കുവാനോ മറ്റും തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലോക്സഭ സ്പീക്കറായ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരുന്നു. ഇന്നിപ്പോൾ JPC-യുടെ യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷ എംപിമാർ ഈ വഖഫ് ഭേദഗതി ബിൽ ധൃതി പിടിച്ച തിടുക്കത്തിൽ കൊണ്ടുവരരുതെന്ന് ആവശ്യപ്പെടുകയും അത് പ്രകാരം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിൽ സാവകാശം നൽകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് BJP എത്തുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സമ്മേളനത്തിൽ ഇത് കൊണ്ടുവരും അല്ലെങ്കിൽ ഒന്നും കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നേരത്തെ പാർലമെന്റ് എടുത്തപ്പോൾ പ്രതിപക്ഷം ശക്തമായി എതിർക്കുകയും അതിൽ JPC അടക്കമല്ല അതിനെയും അന്വേഷണവും അതോടൊപ്പം തന്നെ വിശദമായ പഠിച്ച ശേഷം മാത്രമേ ഇത് നടപ്പാക്കാവൂ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ JPC ഈ കാര്യത്തിലെല്ലാം തന്നെയും വിവിധ മീറ്റിംഗുകൾ കൂടിയിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ എടുത്ത തീരുമാനം ഈ ഒരു ശീതകാല സമ്മേളനത്തിൽ ഈ ഒരു ബില്ല് പരിഗണിക്കില്ല എന്നുള്ളതാണ്. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കില്ല, അത് പാർലമെന്റിൽ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഇന്നത്തെ JPC തീരുമാനം.